കേരളത്തിലെ 38% സ്ത്രീകളും ഒബീസ്. കേരളത്തിലെ 36.4% ഓഫ് മെൻ ഒബീസ്. ഒബീസിന്റെ അർത്ഥം അറിയാലോ അല്ലേ? ഫാറ്റ്, ഓവർ വെയ്റ്റ്. എന്റെ ബ്രദർ എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ വീടിന് ചുറ്റും എത്ര പേർക്ക് ഇപ്പം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട്? നമ്മുടെ വീടിന് ചുറ്റും എത്ര പേര് ഇപ്പോൾ ഡയബറ്റിക് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ വീടിന് ചുറ്റും എത്ര പേര് ക്യാൻസർ വന്ന് ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്? അവരുടെ ഏജ് നോക്കുമ്പോഴാണ് ബ്രോ നമ്മൾ ഞെട്ടുന്നത്. 20-25 വയസ്സേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. കേരളം 100% ലിറ്ററസി അല്ലേ സാറേ? പക്ഷേ എന്തുകൊണ്ട് ഒബിസിറ്റി റേറ്റ് ഇന്ത്യയിൽ എടുത്താൽ അതിനകത്ത് 10 സ്റ്റേറ്റിനുള്ളിൽ കേരളം വരുന്നു? എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ നല്ലത് മാത്രം ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്ന മീഡിയ ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല? എന്നിട്ട് എന്തുകൊണ്ട് ഇവൻ നമ്മൾ പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല? കാരണം നമ്മുടെ വീട്ടിലല്ല ആരും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത്. കാരണം നമ്മുടെ വീട്ടിലല്ല ഡയബറ്റിക് വന്നിട്ട് കാലോ കയ്യോ ഒക്കെ വെട്ടിക്കളയുന്നത്. കാരണം നമ്മുടെ വീട്ടിലല്ല ബ്രോ ക്യാൻസറിന് ഡയഗ്നോസ് ആവുന്നത്. ഈ പറയുന്ന ഞാൻ ഈ 4 ദിവസം എന്തൊക്കെയാ കഴിച്ചതെന്ന് അറിയാമോ? 700 മില്ലി ലിറ്ററിന്റെ 2 സെവനപ്പ്, 3 കവർ കുർക്കുറ, 3 കവർ സിബപ്പ്, 1 പാക്കറ്റ് ജാം, 1 സ്പ്രൈറ്റ്, 1.2 ലിറ്ററിന്റെ മാംഗോ ജ്യൂസ്. ഇതെല്ലാം നമ്മളെ കളർഫുൾ ആയിട്ടുള്ള പാക്കറ്റിൽ കാണിക്കുന്നു. പക്ഷേ നമ്മൾ അറിയുന്നില്ല ഇതിനകത്തെല്ലാം ഉള്ള ഒരു കോമൺ ഫാക്ടർ ഏതാണെന്ന്. നമ്മൾ അറിയാതെ തന്നെ നമ്മളെ തിന്നുന്ന ആ ശക്തി ഏതാണ് ബ്രോ? ഇത് ഫുള്ളും ഷുഗറാണ്. എൻ്റെ അമ്മ എൻ്റെ ചെവിക്കുറ്റി നോക്കി ഒറ്റയടി അടിച്ചു. ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇങ്ങനെ വീട്ടിലോട്ട് പോകുക. അപ്പോൾ നടക്കുമ്പോൾ ഇങ്ങനെ ചെറിയ കടകളൊക്കെ ഇല്ലേ, അപ്പോൾ ഞങ്ങൾ അവിടെ കടയിൽ കയറി. ആ കടയ്ക്കകത്ത് ഒരു ഡപ്പയ്ക്കകത്ത് പുതിയൊരു ഐറ്റം വന്നിരിക്കുന്നു. കവറിനകത്ത് ഇരിക്കുന്ന ഒരു സാധനം 1 രൂപയേ ഉള്ളൂ. പുളിമുട്ടായി. പറയുമ്പോൾ തന്നെ എൻ്റെ വായി വെള്ളം വരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും അത് മേടിച്ച് ഡയറക്റ്റ് അങ്ങ് വായിക്കാത്തിട്ടുണ്ട്. കവറില്ല. അപ്പം അതിനകത്ത് തന്നെ ഇടിച്ച് ചവച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് ഞങ്ങൾ കുറേ നടക്കാണ്ട് വീട്ടിലോട്ട്. അപ്പം നടന്ന് വീട്ടിലോട്ട് പോവാം. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഇപ്പം തന്നെ വേണമെന്ന് ഭയങ്കരമാകും. പക്ഷെ നാട്ടിൽ അങ്ങനെ ഈ സാധനം വന്നിട്ടുമില്ല. അപ്പം ഞാൻ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ആലോചിച്ച് നോക്കിയ പുളിയും പഞ്ചസാര ഇട്ട ഈ സാധനം നമുക്കത് കഴിക്കുമ്പോൾ തന്നെ അറിയാം, ഓ ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അന്ന് ഞാൻ വീട്ടിൽ ചെന്നു. ആരും അറിയാതെ ഞാൻ പുളിഡപ്പ് തപ്പുക. അങ്ങനെ തപ്പി പുളിഡപ്പ് കിട്ടി. പുളി ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് എടുത്തു വെച്ചു. പഞ്ചസാര ഇങ്ങനെ കുറച്ച് അതിനകത്ത് ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഞാൻ കറക്കിക്കൊണ്ടിരിക്കും. ഞാൻ യൂണിഫോം പോലും മാറിയിട്ടില്ല, കൈ കഴുകിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് അമ്മ നേരത്തെ ജോലി കഴിഞ്ഞ് വന്നു. ഞാൻ നോക്കിയപ്പോൾ അമ്മ നിൽപ്പുണ്ട്. അമ്മൂമ്മ ഞാൻ ഇതൊക്കെ ചെയ്താലും ഒന്നും പറയത്തില്ല. പക്ഷെ അമ്മ ഇങ്ങനെ കയറി വന്നു. അമ്മ കയറി വന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു പാത്രം പുളി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ വലിയതായിട്ടുണ്ടാക്കി നേരെ കയറി വന്നു. ഒറ്റൊരെണ്ണം കിട്ടി. അമ്മയോട് എനിക്ക് ആ സമയത്ത് റിയലി ദേഷ്യം തോന്നിയെങ്കിലും അമ്മ ആ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ കണ്ണ, നീ ഇങ്ങനെ പഞ്ചസാര കഴിക്കരുത്. ബ്രോ, ഇത്രയും അൺഹെൽത്തി ആയിട്ടുള്ള ഷുഗർ ഞാൻ വെറും 4 ദിവസം കൊണ്ട് കഴിച്ചു. ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് എൻ്റെ ലൈഫിൽ ഒരു ഡിസിഷൻ എൻ്റെ ഇസഡ് ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയാണ്. ബ്രോ, എൻ്റെ അവസ്ഥ നിങ്ങൾ റിയലി ഒന്ന് മനസ്സിലാക്കുക. ഷുഗർ എന്താണെന്നും അതിൻ്റെ അപകടാവസ്ഥയും അതെങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നതെന്നും എൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രീം ആയിട്ടുള്ള എൻ്റെ ബോഡി അച്ചീവ് ചെയ്യുന്ന കാര്യത്തിൽ നിന്നും മാറ്റി എന്നെ നിർത്തുന്ന ഒരു കാര്യമാണ് ഷുഗർ എന്ന് അറിഞ്ഞിട്ടും ഞാനത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഡിക്റ്റീവ്നെസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും ഷുഗറിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് അറിയുന്ന ഒരാൾ ആ ഷുഗർ പിന്നെയും കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതറിയാത്തവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എൻ്റെ ഇസഡ് ഗ്രൂപ്പ് മെമ്പേഴ്സിനോട് പറയുന്നു, നമ്മൾ ഒരുമിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണ്, ഒരു ചലഞ്ച് എടുക്കാൻ പോവുകയാണ്. നമ്മൾ ഇനി മുതൽ ഷുഗർ കട്ട് ചെയ്യും നമ്മുടെ ലൈഫിൽ നിന്ന്. എന്തുകൊണ്ടാണ് നമുക്ക് എത്ര തവണ ഫുഡ് ക്രേവിംഗ് വന്നാലും നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഓവർ വെയ്റ്റും അൺഹെൽത്തിയും ആയിട്ട് മാറുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ സൊസൈറ്റി ഇത്രമാത്രം ഷുഗർ അഡിക്റ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി ആയിട്ട് മാറിയത്? പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ ഈ കാണുന്ന സെലിബ്രിറ്റീസ് എല്ലാം പല കമ്പനിയുടെയും ബ്രാൻഡ് അംബാസിഡർ ആണ്. അവർ നിങ്ങൾക്ക് പല കുക്കീസും മുട്ടായിസും ഐസ്ക്രീംസും എല്ലാം പ്രൊമോട്ട് ചെയ്യും. പരസ്യത്തിൽ വന്ന് അഭിനയിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കും. പക്ഷേ നിങ്ങൾ എപ്പോഴേലും കണ്ടിട്ടുണ്ടോ ഒരു കേക്ക് മുറിക്കുമ്പോഴോ ഒരു ബർത്ത്ഡേ പാർട്ടിക്കോ ഈ സെലിബ്രിറ്റീസ് ഒക്കെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവരതിനെ ഒന്ന് തൊടത്തു പോലുമില്ല. ഒന്ന് തൊട്ടിട്ട് ഒരു അറ്റമായിരിക്കും വെറുതെ ഇങ്ങനെ നാക്കി വെക്കുക. കാരണം അവർക്കറിയാം ഷുഗറിന്റെ അപകടാവസ്ഥ എന്താണെന്ന്. അതെ ബ്രോ, നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവർ ഷുഗർ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് ഇതിന്റെ അപകടാവസ്ഥ, റിയലി എന്താണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേറെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട ബ്രോ, ഈ 3 ഹോർമോൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ലെപ്റ്റിൻ, ഗെർലിൻ, ഇൻസുലിൻ. പ്രൊനൗൺസിയേഷൻ റോങ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ, എനിക്ക് 3 ഗേൾഫ്രണ്ട് ഉണ്ട്. ഒരു മിനിറ്റ്, കണ്ണാടി എന്ന് വെച്ചിട്ടെ, കോബ്ര. ബ്രോ, ലെപ്റ്റിൻ, ഇൻസുലിൻ, ഗെർലിൻ എന്ന് പറഞ്ഞ 3 ഗേൾഫ്രണ്ട് ഉണ്ട്. ഇവൾമാരുടെ 3 പേരുടെയും സ്വഭാവം പലതാണ്. ബ്രോ, അതിനു മുമ്പ് നിങ്ങൾ ഫാറ്റ് ആയിട്ടുള്ള PhD ഡോക്ടറിന്റെ കൂട്ട് സംസാരിക്കാൻ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാൻ എനിക്കറിയാം.
തെറ്റുണ്ടെങ്കിൽ വിമർശിക്കുക. മനസ്സിലായോ ബ്രോ? നമ്പർ 1 ഗെർലിൻ. ഗെർലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ റിയലി ഹങ്കർ ഹോർമോൺ ആണ്. നമ്മുടെ വയറ്റിൽ ഇരിക്കുന്ന ഒരു ഹോർമോണാണ് ഗെർലിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ. നമ്മളൊരു കടയിൽ മന്തി കഴിക്കാൻ പോകും, നമ്മൾ വിശന്ന് പൊരിഞ്ഞാ പോകുന്നത്. ഒരു 2 മണിയാകുമ്പോഴാണ് ചെല്ലുന്നത്, മന്തി നോക്കി അപ്പം ലാസ്റ്റ് ഒരു പ്ലേറ്റ് മന്തിയേ ഉള്ളൂ, അത് വേറൊരാൾ ഓർഡർ ചെയ്തുകൊണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കത്തില്ലേ? ആ വിശപ്പ് ഉണ്ടാക്കുന്നത് ആ ഹോർമോണിനെയാണ് ഗെർലിൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കും. നമ്പർ 2 എന്ന് പറയുന്നത് ഇൻസുലിൻ. ബ്രോ, ഇൻസുലിൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഇൻസുലിൻ. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറയുന്നത്, ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ മസിലോട്ട് കൊടുക്കണോ കൊടുക്കണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരാളാണ് ഇൻസുലിൻ. മൂന്നാമത്തെ എന്റെ ഗേൾഫ്രണ്ടിന്റെ പേരാണ് ലെപ്റ്റിൻ. ഇവളിച്ചിരി പ്രശ്നക്കാരിയാണ്. ഇവളിച്ചിരി ഹാപ്പി സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, മതി, ഞാൻ സാറ്റിസ്ഫൈ ആയി, മതി എന്ന് പറയുന്ന ഒരാളാണ്. അപ്പം ഈ 3 പേരെ നിങ്ങൾ പരിചയപ്പെട്ടുള്ളൂ. നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കൂ, 2 ടൈപ്പ് ഫുഡ് നമ്മൾ കഴിക്കാൻ പോകണം. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നു, അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നു, ഷുഗറി ടൈപ്പ് ഫുഡ് നമ്മൾ കഴിക്കുന്നു. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് 12 മണി ആവുന്നതിന് മുമ്പ് നമ്മുടെ ഗെർലിൻ ചേച്ചി പറയും, എനിക്ക് വിശക്കുന്നു, ഫുഡ് താ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അലച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫുഡ് കൊടുക്കും. അപ്പൊ ഗെർലിൻ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് സാറ്റിസ്ഫൈ നല്ല ഫുഡ് എന്ന് പറയും. നമ്മൾ നല്ല ഫുഡാ കഴിച്ചുകൊണ്ട് ഇൻസുലിൻ ചേച്ചിക്ക് ഒരുപാട് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. ഇൻസുലിന് വലിയ പണിയൊന്നുമില്ല, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫുഡാ കൊടുത്തേക്കുന്നത്, നമ്മൾ ഫൈബർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്ലോ ആയിട്ട് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇറങ്ങത്തുള്ളൂ. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫൈബർ ആയതുകൊണ്ട് ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും. അപ്പൊ ഇൻസുലിൻ പാനിക് ആവത്തില്ല, ഇൻസുലിന് കറക്റ്റ് രീതി വർക്ക് ചെയ്യാനൊക്കെ പറ്റും. ഈ സമയത്ത് നമ്മൾ കടയിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ഗെർലിൻ പറഞ്ഞു കേട്ടിട്ട് നമ്മൾ പോയി ഹങ്കർ എന്ന് പറഞ്ഞ് നമ്മൾ പോയി ഫുഡ് കഴിച്ചു. അപ്പൊ ഇൻസുലിന് ഫൈബർ ഒക്കെ കിട്ടുന്നുണ്ട്, ഇൻസുലിൻ കറക്റ്റ് ആയിട്ട് രീതി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ കുറച്ചു നേരം നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ലെപ്റ്റിൻ ചേച്ചി പറയും, മതി, ഫുഡ് കൊള്ളാം, സാറ്റിസ്ഫൈ ആയി, എനിക്ക് ഇത്രയും മതി, അടിപൊളി ഫുഡാണ് എന്ന് പറഞ്ഞിട്ട് മാറും. ഇനി ഈ സമയത്ത് തന്നെ നമ്മൾ ബാഡ് ഫുഡാണ് കഴിക്കുന്നെങ്കിൽ, അൺഹെൽത്തി ആയിട്ടുള്ള ഹൈ പ്രോസസ്ഡ്, അതുപോലെ തന്നെ ഷുഗറി ഫുഡ്, മാർക്ക് ദ വേർഡ്, ഷുഗറി ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്, എന്തോ സംഭവിക്കുന്ന അറിയും. ഇതുപോലെ തന്നെ ഗെർലിൻ വിശക്കുന്നു എന്ന് 12 മണിയാകുമ്പോൾ അവള് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ഷുഗറി ഫുഡ് ഇട്ട് കൊടുക്കുക. ഷുഗറി ഫുഡ് ഇട്ട് കഴിക്കുമ്പോൾ ഇവക്കറിയത്തില്ല, ഇവള് വിശക്കുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇൻസുലിൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഫൈബർ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ഷുഗറി ഫുഡ് ഈസി ആയിട്ട് ഫാസ്റ്റ്ലി നമ്മുടെ ബോഡിയിലേക്ക് ഡൈജസ്റ്റ് ചെയ്യും എന്നൊരു കാര്യം ഉണ്ടായത് കൊണ്ട് ഗെർലിൻ സാറ്റിസ്ഫൈ ആവത്തില്ല. ഗെർലിൻ എന്ന ഹോർമോൺ അവിടെ സാറ്റിസ്ഫൈ ആവത്തില്ല നമ്മൾ ഷുഗറി ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം ലെപ്റ്റിന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ലെപ്റ്റിൻ എന്താണെന്നാണ് നിങ്ങളോട് പറഞ്ഞത്. അത് മതി, എനിക്ക് ഇത്രയും മതി, കഴിച്ചത് മതി, അങ്ങനെ ഒരു സിഗ്നൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് കൊടുക്കുന്ന ഒരാളാണ്. ഈ ലെപ്റ്റിനും വർക്ക് ചെയ്യത്തില്ല നമ്മൾ ഷുഗറി ഫുഡ് കഴിക്കുകയാണെങ്കിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു കടയിൽ പോയിരിക്കുമോ, നിങ്ങളുടെ ഫ്രണ്ടിൽ 2 ടൈപ്പ് ഫുഡ് ഉണ്ട്. നിങ്ങൾ ആദ്യം ഷുഗറി ഫുഡ് കഴിച്ചു, നിങ്ങൾ ലഡുവും ജിലേബിയും ഒരു കൊക്കക്കോളയൊക്കെ നിങ്ങൾ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു മന്തി കൊണ്ടുവച്ചിരിക്കും. എത്ര മന്തി ഇനി പാക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചാലും നിങ്ങൾ ആ മന്തി ഫുള്ളും കഴിക്കും. എന്തുകൊണ്ട് ബ്രോ നമ്മൾ അങ്ങനെ കഴിക്കുന്നു? കാരണം എന്തെന്ന് വെച്ചാൽ, അത് ലെപ്റ്റിൻ നമുക്ക് തരുന്ന ഒരു പണിയാണ് ബ്രോ. ഒബിയസിറ്റി, ഓവർ വെയിറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ലെപ്റ്റിൻ എന്ന ഹോർമോൺ എന്താണ്? മതി, ഫുഡ് മതി, എനിക്ക് ഇത്രയും മതി, ഞാൻ സാറ്റിസ്ഫൈ ആയി എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. നമ്മൾ ഈ ഷുഗർ കഴിക്കുമ്പോൾ ഈ ഹോർമോൺ വർക്ക് ചെയ്യത്തില്ല, ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, ഈ ഹോർമോണിനെ ബ്ലോക്ക് ചെയ്യും. ഷുഗർ ബ്ലോക്ക് ചെയ്യും എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. ഷുഗർ ബ്ലോക്ക് ചെയ്യും. നമ്മുടെ ബ്രെയിന് വേറെ ഔട്ട്പുട്ട് ഒന്നുമില്ല. മൈൻഡ് നോക്കുമ്പോൾ എന്താണ്, വേറെ സിഗ്നൽ ഒന്നും വരുന്നില്ല. ഹങ്കർ എന്ന് പിന്നെയും ഗെർലിൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ മന്തി കഴിച്ച് ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അതിന്റെ കൂടെ ഒരു ലഡുവും ഒരു ജിലേബിയും കൂടെ കഴിക്കും. പിന്നെയും നിങ്ങൾക്ക് വിഷന്നുകൊണ്ടേയിരിക്കും. ഈവൻ നിങ്ങൾ ട്രൈ ചെയ്ത് തന്നെ നോക്കിക്കോ, നിങ്ങൾ പഞ്ചസാരയെ നിങ്ങൾ ക്രീമി ആയിട്ടൊന്നും ഉപയോഗിക്കാതെ നിങ്ങൾ ഈവൻ ഒരു സ്റ്റേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഈവൻ മുട്ട നിങ്ങൾ കഴിച്ചാൽ പോലും ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല. ചവർപ്പാവും, നമുക്ക് കഴിക്കാൻ അത് പറ്റത്തില്ല. അതേ സമയത്ത് നല്ല പായസം ആണെങ്കിലോ നമുക്ക് എത്ര വേണമെങ്കിലും കുടിക്കാൻ പറ്റും. നല്ല ലഡു ആണെങ്കിലോ നല്ല ഐസ്ക്രീം ആണെങ്കിലോ ആ പാക്കറ്റ് ഫുള്ള് നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും. കാരണം എന്താണ്, അതിനകത്ത് ഫൈബർ കണ്ടന്റ് ഇല്ല, ഈസിലി ആയിട്ട് അത് ഡൈജസ്റ്റ് ചെയ്യും. പ്യുവർ ഷുഗർ ആണ് ബ്രോ, പ്യുവർ ഷുഗർ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് നമുക്ക് ക്രേവിങ് വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്? ഈ 3 ഹോർമോൺസ് കാരണമാണ്. ഹങ്കർ ഹോർമോൺ എന്ന് പറഞ്ഞ ഗെർലിൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മൾ വിശപ്പുണ്ടാക്കുന്ന ഒരു ഹോർമോണാണ്. നമ്മൾ ഈ ഷുഗർ കഴിക്കുമ്പോൾ ഈ ഹോർമോൺ നിൽക്കുന്നില്ല. അവള് പന്നലയാ, അവളവിടെ കിടന്ന് അലച്ചുകൊണ്ടേയിരിക്കും, എനിക്ക് വിശക്കുന്നു, ഫുഡ് അലച്ചുകൊണ്ടേയിരിക്കും. ഈ മറ്റേ ലെപ്റ്റിൻ അവൾ എങ്ങോട്ടോ ഓടിപ്പോയി, അവൾ ഇങ്ങോട്ട് വരുന്നില്ല, ഈ ഏരിയയിലോട്ടേ വരുന്നില്ല. അവൾ വന്നാൽ മാത്രമേ നമ്മൾ സാറ്റിസ്ഫൈ ആയി നമ്മൾക്ക് ഇത് മതി എന്ന് തോന്നത്തുള്ളൂ. അങ്ങനെ നമുക്ക് തോന്നത്തില്ല. ഇൻസുലിൻ എന്തോ അവിടെ കിടന്ന് താണ്ഡവാടിക്കൊണ്ടിരിക്കും. ഇൻസുലിന് പാനിക് അടിച്ചു, ഇൻസുലിന് തലയ്ക്ക് ഭ്രാന്താവും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഷുഗർ വരുക, ഇത് ഞാൻ എന്തോ ഞാൻ ഇതെല്ലാം കൂടെ എങ്ങോട്ട് കൊടുക്കും ഇന്ന് ഓവർ വർക്ക് ചെയ്യും ഇൻസുലിൻ അവിടെ കിടന്ന്.
എന്നിട്ട് എന്തു ചെയ്യുന്നതെന്നറിയോ, നമ്മുടെ കയ്യിലേക്ക്, നമ്മുടെ കാലിലേക്ക്, നമ്മുടെ വയറിലേക്ക്, ബെല്ലി ഫാറ്റിലേക്ക് ഫുള്ള് ഫാറ്റ് സ്റ്റോർ ചെയ്യും. ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇനിയും ഫാറ്റ് സ്റ്റോർ ചെയ്യാനൊരു സിറ്റുവേഷൻ ഇല്ലാതാവുമ്പോൾ അതെവിടെ സ്റ്റോർ ചെയ്യുന്നറിയോ, പിന്നെ നിങ്ങളുടെ ലങ്സിൽ, നിങ്ങളുടെ ഹാർട്ടിൽ ഒക്കെ ഉള്ളിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. ആ ഓർഗന്റെ ചുറ്റും ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. ഇതുകൊണ്ടാണ് ബ്രോ മാരകമായ അസുഖങ്ങൾ നമുക്ക് വരുന്നത്, നമ്മളെ പിടിപെടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് നമുക്ക് എസ്കേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഇസഡ് ഗ്രൂപ്പിന്റെ മെമ്പേഴ്സ് ആണ്. വി നീഡ് ടു ടേക്ക് ആക്ട്. നിങ്ങളുടെ വീട്ടുകാരോട് പറയുക, നിങ്ങൾ അവെയർ ആകുക. ഇപ്പം കേരളത്തിൽ നടക്കുന്ന ഈ ഡയബറ്റിക് പ്രോബ്ലത്തിൽ നിന്ന് കേരളത്തെ നമുക്ക് രക്ഷിക്കണം. നിങ്ങൾ ഇന്ന് തീരുമാനിക്കുക, നിങ്ങൾക്ക് ഷുഗർ കട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ ഷുഗർ കട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ബോഡി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹെൽത്ത്, നിങ്ങളുടെ പേരൻസിന്റെ മുഖം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഈ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അവരും ഇതിനെക്കുറിച്ച് ആലോചിക്കും, ഓ ശരിയാ, എൻ്റെ അച്ഛനെ സമ്മതിച്ചു കൊടുക്കണം, പുള്ളി ഷുഗർ കഴിക്കുന്ന ഒരാളേ അല്ല. പക്ഷെ അമ്മയാണെങ്കിൽ തിരിച്ച് ഓപ്പോസിറ്റാണ്, ഷുഗർ കഴിക്കുന്ന ഒരാളാണ്. മനസ്സിലായി? ഞാനും അതുപോലെ, എനിക്ക് ഷുഗർ ക്രേവിംഗ് ആയിട്ടുള്ള ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ഈ പറഞ്ഞ ഈ വേഴ്സ് സ്ഥാനങ്ങൾ ഞാനിവിടെ കളയാതെടുത്ത് വെച്ചത് എനിക്കറിയാം. ഞാനൊരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണ്, ഞാൻ ഇനി ഇത് തൊടത്തില്ല. ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് തോന്നാം, ഓ ഇവനെ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് കിടന്ന് ഡയലോഗ് അടിക്കുന്നത്. ശരിയാ, ഞാൻ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് കള്ളത്തരം പറയുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളോടൊരു സത്യം കൂടെ ഞാൻ പറയുന്നു, ഞാൻ ഇനി മുതൽ പഞ്ചസാരയുടെ അളവ് വളരെയധികം കുറയ്ക്കും. നിങ്ങളത് കാണുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ബ്യൂട്ടി, നിങ്ങളത് കാണുകയും ചെയ്യും. ഞാൻ ഇനി പഞ്ചസാര ഉപയോഗിക്കുന്ന ചില ഇവന്റിൽ മാത്രമായിരിക്കും. ഇപ്പം ഞാൻ എറണാകുളത്തേക്കും എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ കല്യാണമൊക്കെ വരും, അപ്പം പോകുമ്പോൾ ഞാൻ ഷുഗർ കഴിക്കും. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ എന്തെങ്കിലും പോകുമ്പോൾ വീട്ടിലൊരു സ്പെഷ്യൽ ഡേ ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ഷുഗർ കഴിക്കും. അല്ലാതെ ആവശ്യമില്ലാതെ പോകുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം പോയി ഷുഗർ കഴിക്കുന്ന ഒരു പരിപാടി ഞാൻ നിർത്തി. അത് എൻ്റെ ലൈഫിനെ, എൻ്റെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യും. നിങ്ങളും അത് തന്നെ ചെയ്യണം ബ്രോ. നമ്പർ 1, നമുക്ക് ഷുഗർ കട്ട് ചെയ്യണമെങ്കിൽ ഈ ചലഞ്ചിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കട്ട് ഇറ്റ്, ഫുള്ളി കട്ട് ചെയ്യുക. നിങ്ങൾ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് 3 ചായ കുടിക്കുന്ന ഒരാളാണെങ്കിൽ ബ്രോ അത് കട്ട് ചെയ്യുക. ഓ ബ്രോ എനിക്ക് ചായ ഇല്ലാതെ പറ്റത്തില്ല, ഞാൻ ഒരു കാര്യം ചെയ്താലോ, ഞാൻ പഞ്ചസാരയുടെ അളവ് കുറച്ചാലോ. ബ്രോ ഇതുപോലുള്ള വീക്ക് സ്റ്റേറ്റ്മെന്റുമായിട്ട് വരരുത്. നിങ്ങൾ കട്ട് ചെയ്യുക. നിങ്ങൾക്ക് 2 ദിവസം തലവേദന ഉണ്ടായിരിക്കും. ഞാൻ കട്ട് ചെയ്ത ഒരാളാണ്, എനിക്ക് അത്രമാത്രം ചായ ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷെ ഞാൻ കട്ട് ചെയ്തു. നിങ്ങൾക്ക് 2 ദിവസം നല്ല തലവേദന ഉണ്ടായിരിക്കും, ഭയങ്കര പെയിൻ ഉണ്ടായിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മാറുമ്പോൾ നമ്മൾ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഷുഗർ കൺസീവ് ചെയ്യുന്നത് മാറ്റുക. നമ്മളുടെ റൈസിൽ തന്നെ അത്യാവശ്യത്തിന് ഷുഗർ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഷുഗർ കട്ട് ചെയ്ത ഷുഗർ ഇല്ലാതെ മൊത്തം ഡൗൺ ആയി പോകുമോ എന്നൊന്നും തിങ്ക് ചെയ്യേ വേണ്ട. നമ്മുടെ റൈസിൽ തന്നെ ഷുഗർ ഉണ്ട് അത്യാവശ്യത്തിന്, പക്ഷെ വളരെ കുറവാണ്. അത് മതി, അത് ഹെൽത്തി ആയിട്ടുള്ള ഷുഗറാണ്. ചായ കുടിച്ചേ പറ്റൂ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പഞ്ചസാര ഇല്ലാതെ ചായ കുടിക്കാം. ചെയ്യുവാണെങ്കിൽ അത് എൻജോയ് ചെയ്ത് ചെയ്യണം, അല്ലാതെ പകുതിയുള്ള പരിപാടി എനിക്ക് ഇഷ്ടമല്ല. പേഴ്സണൽ ഡിസിഷൻ ആണ്, ഡു ഇറ്റ്. സെറ്റ് എ ചീറ്റ് ഡേ. നിങ്ങൾക്ക് ചീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ നിങ്ങൾ സെറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നെല്ലാം നിർത്തിയിട്ട് അയ്യോ എനിക്കൊന്നും വേണ്ട, അതൊന്നും വേണ്ട, ഇത്ര ഇതാണോ എങ്ങനെ പറഞ്ഞ ഒരു ഭയങ്കരമായിട്ടൊരു ലോക്ക്ഡ് ആയിട്ട് ജീവിക്കുന്ന, ഒരു ഗീക്കായിട്ട് ജീവിക്കുന്നത് എനിക്കും പേഴ്സണലി ഇഷ്ടമല്ല. നമ്മളൊന്ന് എൻജോയ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യണം. എപ്പം നമ്മൾ വർക്ക് ചെയ്തിട്ട്, നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട്, ഞാൻ ഇത് മാത്രമേ നിങ്ങൾ ചോദിക്കുന്നത്, തിങ്ക് ചെയ്ത് നോക്കും. 30 ദിവസം നിങ്ങൾ പഞ്ചസാര കഴിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ആ ഡിസിഷൻ മാറ്റുന്നു. നിങ്ങൾ പഞ്ചസാര കഴിക്കുന്നതിൻ്റെ ദിവസം 4 മാറുന്നു ഒരു മാസത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് ഡിഫറൻസ് ആണ് ഒരു വർഷം ആകുമ്പോൾ നമ്മുടെ ഹെൽത്തിനകത്ത് വരുന്നത്. എന്ത് ഡിഫറൻസ് ആണ്. അപകടം നിങ്ങൾ മനസ്സിലായി, നിങ്ങൾ ഫുഡ് ക്രേവിങ്ങിൻ്റെയും മനസ്സിലായി. ഈവൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ ചീറ്റ് ഡേ എടുക്കുന്ന ദിവസം നിങ്ങൾ മനസ്സിലാവും, നിങ്ങൾക്ക് കറക്റ്റായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ മൈൻഡിൽ ഫുള്ള് ഫോഗായിരിക്കും, നിങ്ങൾ ഭയങ്കരമായിട്ട് ലേസി ആയിപ്പോവും നിങ്ങൾ ഷുഗർ കഴിക്കുന്ന സമയത്ത്. ചെയ്ത് നോക്കൂ ബ്രോ, ചെയ്തു നോക്കൂ. ഞാൻ ഇനി മുതൽ ഷുഗർ കട്ടിലായിരിക്കും. ഞാൻ ജസ്റ്റ് ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഈ കാണിച്ച ഐറ്റംസ് ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഞാൻ ബാക്ക് ഒന്ന് തിരിച്ചു വെച്ചിട്ട് ഞാൻ ഷുഗർ കണ്ടന്റ് നോക്കി. എത്രമാത്രം ഷുഗർ ആണ് ഈ പ്രോഡക്ട്സിനകത്തൊക്കെ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ മേടിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ബാക്കിൽ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഷുഗർ കണ്ടന്റ്, ടോട്ടൽ ഷുഗർ എത്രയാണെന്ന് നമുക്കറിയാൻ പറ്റും. ഇനിയൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക, അത് വാങ്ങണോ വേണ്ടയോ എന്ന് മേടിക്കുന്നതിന് മുമ്പേ. അടുത്ത വീഡിയോ അടിപൊളിയായിരിക്കും. Love you, brother. You will never walk alone because we are the said group. This is not the end. This is the beginning. Love you, brother.